മാസപ്പടി കേസിൽ വീണ ടിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ അന്വേഷണം തുടരുകയാണ് ഇഡി. പരിശോധനയിൽ കണ്ടെത്തിയ ഡയറിയിൽ നിന്ന് ലഭിച്ച വിവരങ്ങൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. വീണയുടെ ഭർത്താവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ PA മുഹമ്മദ് റിയാസും ഇഡിയുടെ അന്വേഷണ വലയത്തിലാണ്. ഇത് CPM-നെ കുഴപ്പത്തിലാക്കുന്നുമുണ്ട്. മുൻ മുഖ്യമന്ത്രിയും പൊളിറ്റ് ബ്യൂറോ അംഗവുമായ നേതാവിന്റെ മകൾക്കും മരുമകനുമാണ് അനധികൃത സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ കുരുക്കുമുറുകുന്നത്. ഇതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ CPM തയ്യാറെടുക്കുമ്പോഴും പ്രതികരിക്കാനോ വിശദീകരണം നൽകാനോ വീണ വിജയനോ പിണറായി വിജയനോ തയ്യാറായിട്ടില്ല എന്നതാണ് സാഹചര്യം. CMRL മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടിയുടെ ഡയറിയിൽ കണ്ടെത്തിയ വിവരങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇഡി അന്വേഷണം ഇപ്പോൾ ഊർജിതമാക്കിയിരിക്കുന്നത്. ലേക്കർ ഇന്ത്യ സൊളാസ് കമ്പനിയുമായി ബന്ധപ്പെട്ട സാമ്പത്തിക ഇടപാടുകളിലും പരിശോധന തുടരുന്നുണ്ട്. വീണ്ടും ചോദ്യം ചെയ്യാൻ വീണയ്ക്ക് അടുത്തയാഴ്ച നോട്ടീസ് അയക്കും എന്നതാണ് സൂചന. വീണ ഉപയോഗിച്ച സിം കാർഡ് കേന്ദ്രീകരിച്ചും അന്വേഷണം നടക്കുകയാണ്. മാസപ്പടി കേസിൽ വീണ ടിയെ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനകളിൽ കണ്ടെത്തിയ കൈയെഴുത്ത് രേഖകളിൽ നിന്നാണ് ഇഡിക്ക് പണമിടപാടിന്റെ നിർണായക വിവരങ്ങൾ ലഭിച്ചത്. 20 കോടി രൂപയുടെ പണമിടപാട് വിവരങ്ങളാണ് വീണയുടെ കൈയെഴുത്ത് രേഖകളിൽ നിന്ന് ഇഡി കണ്ടെത്തിയത്. ഇത് കേന്ദ്രീകരിച്ചാണ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നത്. എവിടേക്കാണ് പണം അയച്ചത്, എങ്ങനെ പണം ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് ഇഡി പരിശോധിക്കുന്നത്. ഇതിനു പുറമെ ദുബായിലേക്ക് 85 ലക്ഷം രൂപ അയച്ചുവെന്ന കൈയെഴുത്ത് രേഖകളിൽ നിന്ന് ലഭിച്ച വിവരം കേന്ദ്രീകരിച്ചും ഇഡി അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിദേശത്തേക്ക് മറ്റ് പണമിടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യവും ഇഡി പരിശോധിക്കുന്നുണ്ട്. കൂടാതെ പരിശോധനയിൽ കണ്ടെത്തിയ സിം കാർഡിന്റെ ചിത്രം കേന്ദ്രീകരിച്ചും അന്വേഷണം ഉണ്ട്. എന്തൊക്കെ ആവശ്യങ്ങൾക്ക് സിം കാർഡ് ഉപയോഗിച്ചു എന്നതാണ് ഇഡി പ്രധാനമായും പരിശോധിക്കുന്നത്. സിം കാർഡ് വീണയുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ മുഹമ്മദ് റിയാസിന്റെ സുഹൃത്തും DTPC ഡെസ്റ്റിനേഷൻ മാനേജറുമായ നന്ദുലാലിന്റെ പേരിലുള്ളതാണ് എന്ന് കണ്ടെത്തിയിരുന്നു. ഇന്നലെ നന്ദുലാൽ ഇതിനോട് പ്രതികരിച്ചപ്പോൾ തനിക്ക് സിം എടുത്തുകൊടുത്തത് മാത്രമേ അറിയുകയുള്ളൂ, എന്തിനാണ് ഇത് ഉപയോഗിച്ചതെന്ന് അറിയില്ല എന്നതായിരുന്നു പറഞ്ഞത്. ഇന്റർനെറ്റ് കോളുകൾ വഴിയുള്ള ആശയവിനിമയങ്ങൾക്കായാണ് മറ്റൊരാളുടെ പേരിൽ സിം കാർഡ് സംഘടിപ്പിച്ചതെന്നാണ് ഇഡി ഇതുവരെ വിലയിരുത്തിയിരിക്കുന്ന കാര്യം. മാത്രവുമല്ല, ഈ നന്ദുലാൽ എന്ന് പറയുന്നയാൾക്ക് ഈ നിയമനം DTPCയിലെ നിയമനം ലഭിച്ചത് റിയാസ് ടൂറിസം മന്ത്രിയായിരുന്ന കാലത്താണ് എന്നതും വ്യക്തമാണ്. അപ്പോൾ എന്താണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സംഭവങ്ങൾ എന്നത് ഇഡി കൂടുതൽ കാര്യക്ഷമമായി അന്വേഷിക്കുന്നു, പരിശോധിക്കുന്നു എന്നതാണ് നമുക്കിപ്പോൾ ലഭ്യമാകുന്ന വിവരം. വലിയ പ്രതിരോധത്തിലാണ് CPM ഈ വിഷയത്തിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇഡി നീക്കവും അവർ പുറത്തുവിട്ട ഹവാല ഇടപാടിലേതടക്കം വിരൽ ചൂണ്ടുന്ന വിവരങ്ങളും CPM-നെ വലിയ പ്രതിസന്ധിയിലാക്കുന്നതാണ്. വീണയുടെ ഭർത്താവും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ PA മുഹമ്മദ് റിയാസും ഇപ്പോൾ ഇഡിയുടെ അന്വേഷണ വലയത്തിലാണ് എന്നതാണ് ഏറെ പ്രാധാന്യമർഹിക്കുന്നത്. മുൻ മുഖ്യമന്ത്രിയും പൊളിറ്റ് ബ്യൂറോ അംഗവുമായ നേതാവിന്റെ മകൾക്കും മരുമകനുമാണ് ഇപ്പോൾ അനധികൃത സാമ്പത്തിക ഇടപാടുകളുടെ പേരിൽ കുരുക്ക് മുറുകുന്നത്. ഈ സാഹചര്യത്തിൽ പാർട്ടിക്ക് അത് നോക്കി നിൽക്കാനാകില്ല. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ പ്രതിരോധം തീർക്കാനാണ് CPM തീരുമാനം. വീണയ്ക്കെതിരെയുള്ള ഏതൊരു നീക്കവും പാർട്ടിക്കെതിരെയുള്ള നീക്കം കൂടിയാണെന്ന നിലപാടായിരുന്നു പാർട്ടി മുൻപ് സ്വീകരിച്ചിരുന്നത്. അത് പിണറായി വിജയന്റെ മകളായതുകൊണ്ട് നടക്കുന്ന ആക്രമണം എന്ന നിലയിലാണ് അങ്ങനെ ഒരു സമീപനം പാർട്ടി സ്വീകരിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ആ നിലപാടിൽ നിന്ന് ചെറിയ മാറ്റമുണ്ടായിട്ടുണ്ട്. CPM ഒരു തന്ത്രപരമായ പിന്നോട്ടുപോക്കാണ് ആ വിഷയത്തിൽ കഴിഞ്ഞ ED റെയ്ഡിന്റെ സമയം മുതൽ സ്വീകരിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് വീട്ടിലെ ED റെയ്ഡിന് പിന്നാലെ ഉദ്യോഗസ്ഥ സംഘത്തിന് നേരെയുണ്ടായ ആക്രമണത്തിന് ശേഷമായിരുന്നു ഈ നിലപാട് മാറ്റം CPM-ൽ പ്രകടമായത്. തന്നോട് ED ഒന്നും തന്നെ ചോദിച്ചില്ല എന്ന് അതിനുശേഷം പിണറായി വിജയൻ പ്രതികരിച്ചിരുന്നു. പിന്നെ EDയുടെ പുതിയ നീക്കത്തെയും അവർ പുറത്തുവിട്ട വിവരങ്ങളെയും ഒക്കെ കേന്ദ്രീകരിച്ച് വളരെ ശ്രദ്ധാപൂർവമാണ് ഇപ്പോൾ പാർട്ടി നീങ്ങുന്നത്. റിയാസിനെ ഉന്നമിട്ടുള്ള നീക്കത്തിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുന്നുണ്ട്. കോഴിക്കോട് രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നതും ഈ സാഹചര്യത്തിലാണ്. ചോദ്യം ചെയ്യലിന് വീണയ്ക്ക് പുറമെ റിയാസിനും ED നോട്ടീസ് നൽകും എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഞായറാഴ്ച കോഴിക്കോട് നടക്കുന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പങ്കെടുക്കും എന്നതാണ് അറിയുന്നത്. CPM-ന്റെ വിശാല സംസ്ഥാന കമ്മിറ്റിക്ക് കോഴിക്കോട് വേദിയാകാൻ പോകുമ്പോഴാണ് അതേ നഗരത്തിൽ പാർട്ടിക്കെതിരെയുള്ള കേന്ദ്ര ഏജൻസികളുടെ നീക്കം നടക്കുന്നതും അവിടെ പാർട്ടിക്ക് രാഷ്ട്രീയമായി തന്നെ അതിനെ പ്രതിരോധിക്കേണ്ടി വരുന്നതും. കേന്ദ്ര കമ്മിറ്റി അംഗമായ K രാധാകൃഷ്ണനെതിരെ കരുവന്നൂർ കേസിൽ EDയുടെ നീക്കം നടന്നപ്പോൾ പാർട്ടി പ്രതിരോധിച്ചതിന്റെ തുടർച്ച എന്ന നിലയിലാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റ് അംഗമായ റിയാസിന് നേരെ നടക്കുന്ന ആക്രമണങ്ങളിൽ സംരക്ഷണം ഒരുക്കുന്നത് എന്നതാണ് പാർട്ടി നൽകുന്ന വിശദീകരണം. അല്ലെങ്കിൽ ആ നിലയിൽ അതിനെ കാണാനാണ് പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത്.
വീണയുടെ കൈയെഴുത്ത് കണക്കുകളാണ് തെളിവായി ED കണ്ടെത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കൂടുതൽ പരിശോധനകളിലേക്ക് ED കടന്നിരിക്കുന്നത്. എന്നാൽ ജെയിൻ ഹവാല കേസിലും SR സ്റ്റീൽ ഇൻഡസ്ട്രീസ് കേസിലുമൊക്കെ ഈ കൈയെഴുത്ത് രേഖകളുടെ മാത്രം അടിസ്ഥാനത്തിൽ എങ്ങനെ സാമ്പത്തിക കുറ്റം ചുമത്താൻ കഴിയും എന്ന ചോദ്യം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടി പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങളും പാർട്ടി കേന്ദ്രങ്ങൾ നടത്തുന്നുണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ. എന്നാൽ ഇങ്ങനെയുള്ള സമീപനം സ്വീകരിക്കുമ്പോൾ തന്നെ ശക്തമായ ഭാഷയിൽ മുഖപ്രസംഗം എഴുതിയിരിക്കുകയാണ് ദേശാഭിമാനി ദിനപത്രം ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണയ്ക്കെതിരെ നടക്കുന്ന ED അന്വേഷണത്തിനെതിരെയാണ് ഈ മുഖപ്രസംഗം. EDയുടെ രാഷ്ട്രീയ വേട്ട വിലപ്പോകില്ല എന്നും അന്വേഷണത്തിന്റെ പേരിൽ ഭീകരത സൃഷ്ടിക്കുന്നുവെന്നുമാണ് ഈ മുഖപ്രസംഗത്തിൽ പറയുന്നത്. അപസർപ്പക കഥകൾ മെനയുകയാണ് ED എന്നതാണ് ആരോപണം. കേസ് വലിച്ചു നീട്ടുന്നത് ദുരൂഹമാണെന്നും വ്യക്തികൾക്കെതിരെ ഉയർന്ന ആരോപണത്തിൽ നേതാക്കളെ ലക്ഷ്യമിടുന്നത് പകപോക്കലാണ് എന്നും മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. അഴിമതി ഉണ്ടെങ്കിൽ അന്വേഷിക്കണം, തെളിവുകൾ പുറത്തു കൊണ്ടുവരണം, സമാന ആരോപണങ്ങൾ ഉള്ളവർക്കെതിരെ അന്വേഷണം നടക്കുന്നില്ല എന്ന കാര്യം കൂടി ദേശാഭിമാനി ഈ മുഖപ്രസംഗത്തിൽ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. EDയുടെ രാഷ്ട്രീയ വേട്ട വിലപ്പോകില്ല എന്ന ഹെഡ്ലൈനിലാണ് ഈ മുഖപ്രസംഗം എഴുതിയിട്ടുള്ളത്. ഒരാൾക്കെതിരെ പറയുന്ന 1 കോടിക്കപ്പുറം അന്വേഷണം ഉണ്ടായോ എന്ന ചോദ്യം ഇതിൽ ചോദിക്കുന്നുണ്ട്. UDF നേതാക്കളും മാധ്യമങ്ങളും വാങ്ങിയ കോടികളിൽ അന്വേഷണമില്ല എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. CPMനെ ദുർബലപ്പെടുത്താമെന്ന് കരുതുന്നവർക്ക് ചരിത്രം അറിയില്ല എന്നതാണ് മുഖപ്രസംഗം പറയുന്നത്. ജന്തർ മന്തർ സമരത്തിൽ CPMന്റെ പങ്കിന് ശേഷമാണ് EDയുടെ പുതിയ വിളയാട്ടം എന്നതാണ് മുഖപ്രസംഗത്തിൽ പറയുന്നത്. ഇതര മാധ്യമങ്ങൾക്ക് മുഖപ്രസംഗത്തിൽ വിമർശനമുണ്ട് എന്നതുകൂടി ശ്രദ്ധേയമാണ്. എന്തായാലും ഇത് വലിയ ഒരു രാഷ്ട്രീയ പ്രതിരോധത്തിന് CPM തയ്യാറെടുക്കുകയും ആ നിലയിൽ ചർച്ച ചെയ്യപ്പെടുകയും ED ഈ വിഷയത്തിൽ ഗൗരവത്തോടുകൂടിയുള്ള ഇടപെടലുകൾ നടത്തുകയും EDയുടെ കുറിപ്പായി തന്നെയാണ് ഈ റെയ്ഡിൽ നിന്ന് കണ്ടെടുത്ത വിവരങ്ങൾ, അതിലെ ഈ സാമ്പത്തിക തിരിമറിയുകളുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ED ഇതിനെ ഗൗരവത്തോടു കൂടി സമീപിക്കുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ വളരെ കരുതലോടെയാണ് കോൺഗ്രസ് നീങ്ങുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ ആ കാര്യം ചൂണ്ടിക്കാട്ടിയതാണ്. K മുരളീധരന്റെ ഉൾപ്പെടെയുള്ള പ്രതികരണം ആ നിലയിലുള്ളതായിരുന്നു. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നേതാക്കൾ വിശദീകരിക്കണം എന്നതാണ് കോൺഗ്രസ് സ്വീകരിക്കുന്ന നിലപാട്. അതിനപ്പുറം ED വിഷയം അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അന്വേഷണ ഏജൻസികളെ ദുരുപയോഗം ചെയ്യുന്നു എന്ന കോൺഗ്രസ് ഉന്നയിക്കുന്ന ആരോപണം, ആ വിഷയത്തിലെടുത്തിട്ടുള്ള നിലപാട്, അതിൽ ഐക്യപ്പെട്ടുകൊണ്ട് ഇതെന്തുകൊണ്ട് വിശദീകരിക്കുന്നില്ല എന്നൊരു ചോദ്യമാണ് കോൺഗ്രസ് ആവർത്തിച്ച് ഉന്നയിക്കുന്നത്. ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ ഏതാണ്ട് സമാനമായ ഒരു പ്രതികരണം തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. വീണയ്ക്കെതിരായ അന്വേഷണത്തിൽ താൻ അഭിപ്രായം പറയുന്നത് അനൗചിത്യമാണ് എന്നതാണ് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രതികരിക്കട്ടെ എന്നതാണ് മുഖ്യമന്ത്രി പറയുന്നത്. അന്വേഷണം നടക്കുകയല്ലേ എന്നും VD സതീശൻ പറഞ്ഞു. ഒരു അന്വേഷണം നടക്കുകയല്ലേ, ഞാൻ ആ അന്വേഷണത്തിന്റെ ഇടയിൽ കയറി മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ അതിനെക്കുറിച്ചൊരു കമന്റ് പറയുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. പിന്നെ ആളുകൾ കാണുന്നുണ്ടല്ലോ, എല്ലാവരും കാണുന്നുണ്ടല്ലോ. അവർ പറയുന്നതും അവരുടെ പ്രവൃത്തിയും തമ്മിലുള്ള വ്യത്യാസം ആളുകൾ തിരിച്ചറിയുന്നുണ്ടല്ലോ. അതറിയട്ടെ. ഞാനൊരു അന്വേഷണം, ഒരു ഏജൻസി, കേന്ദ്ര ഏജൻസി അന്വേഷണം നടത്തുന്നതിൻ്റെ ഇടയിൽ ഞാൻ ഈ സ്ഥാനത്തിരുന്നുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ചൊരു കമന്റ് പറയുന്നതിൽ ഒരു അനൗചിത്യമുണ്ട്. ഇത് ശരിയല്ല. അപ്പോൾ താൻ ഇപ്പോൾ അഭിപ്രായം പറയുന്നതിൽ അനൗചിത്യം ഉണ്ട് എന്നതാണ് മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നത്. പക്ഷേ ജനങ്ങളെല്ലാം കാണുന്നുണ്ടല്ലോ, ബന്ധപ്പെട്ടവർ പ്രതികരിക്കട്ടെ എന്നുകൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അത് സൂചിപ്പിക്കുന്നത് ഈ അന്വേഷണം നേരിടുന്നവർ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല എന്നത് തന്നെയാണ്. അന്വേഷണ ഏജൻസികളെ ദുരുപയോഗിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ദേശാഭിമാനിയിൽ മുഖപ്രസംഗം ഉൾപ്പെടെ പറയുന്നത്. രാഷ്ട്രീയ വേട്ട എന്ന നിലയിലാണ് മുഹമ്മദ് റിയാസ് കഴിഞ്ഞ ദിവസം പ്രതികരിച്ചപ്പോൾ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചത്. അങ്ങനെയൊക്കെ ആരോപണം ഉന്നയിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ വിശദീകരിക്കുന്നില്ല? ഇതുമായി ബന്ധപ്പെട്ടവർ വീണാട്ടിയോ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനോ എന്തുകൊണ്ട് ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നില്ല? റിയാസിനും എന്തുകൊണ്ട് ഇതിൻ്റെ തെളിവ് സഹിതം മാധ്യമങ്ങൾക്ക് മുന്നിൽ എത്താനോ അത് അക്കാര്യങ്ങൾ ജനങ്ങളോട് വിശദീകരിക്കാനോ കഴിയുന്നില്ല എന്ന ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഈ മാസപ്പടി കേസിൻ്റെ ആദ്യ ദിവസം മുതൽ തന്നെ ഉയരുന്ന ചോദ്യമാണ്. അത് ഇതുവരെയും വിശദീകരിക്കാൻ കഴിയാതെ പോകുന്നിടത്താണ് കൂടുതൽ ചോദ്യങ്ങൾ ഉണ്ടാകുന്നത്. ഇത് രാഷ്ട്രീയമായ വേട്ടയാണ് എന്ന് പറയുന്നത് വിശ്വസിക്കണമെങ്കിൽ കൂടിയും ഇതിൽ എന്ത് സംഭവിച്ചു, എന്താണ് ഈ കണ്ടെത്തലുകൾ, എന്താണ് അതിൽ നടന്നിട്ടുള്ളത്, എന്തൊക്കെ സാമ്പത്തിക ഇടപാടുകളാണ് എന്ന്
വിശദീകരിക്കാൻ കഴിയാത്തിടത്താണ് സംശയങ്ങൾ ബലപ്പെടുന്നത്. അതിന് ഇതുവരെയും ഇപ്പോൾ നടന്ന റെയ്ഡുമായി ബന്ധപ്പെട്ട് വന്ന വിവരങ്ങൾ ഇത്രയധികം ചർച്ചയാകുമ്പോൾ പോലും ആ രീതിയിൽ ഒരു പ്രതികരണവും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.